ഹലോ അശ്വിന വെള്ളം നിർത്തരാവോ? എടുത്തോ ഒന്ന് എടുത്തോ അശ്വിന പ്ലീസ്. എടുക്കടാ പ്ലീസ് മുത്തല്ലേ. ഞാൻ തൃശ്ശൂർ മടിയന്മാരുടെ സ്കൂളിലാണ് വന്നിരിക്കുന്നത്. കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, പിടിയും വലിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ജോലിക്ക് പോകാനും അതേപോലെ തന്നെ ഒരു കുപ്പി വെള്ളം എടുക്കാൻ പോലും പ്രയാസം എന്നുള്ള കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇപ്പോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യത്യസ്തമായുള്ള കുറെ കാഴ്ചകളാണ് കേട്ടോ. ഞാൻ സാധാരണ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആയിരിക്കും അല്ലെ, എന്തെങ്കിലും മെഷീനറീസിന്റെ എന്തെങ്കിലും പ്രവർത്തനം കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ നിങ്ങളൊരു സംരംഭം ചെയ്യുന്നുണ്ടോ, തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ കേട്ടോ. ഇതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്കുള്ളതും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടത്തേക്ക് വന്നിരിക്കുന്നത്. മടിയന്മാരുടെ സ്കൂളാണെന്ന കാര്യം നിങ്ങൾ അത് തള്ളിക്കളയേണ്ട. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് അറിയാനുണ്ട്. നേരെ മടിയന്മാരുടെ സ്കൂളിലെ വിശേഷങ്ങളിലേക്ക്. ഞാനൊരു ബിടെക്കാരനാണ്. ഇപ്പം നിലവിൽ ഫോക്കസ് ചെയ്യുന്നത് AI-നെയും ടെക്നോളജീനെയും ബിസിനസ്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഓട്ടോമേറ്റ് ചെയ്തിട്ട് സ്കെയിൽ അപ്പിംഗ് ആണ്. കേരളത്തിലെ നിങ്ങൾ അറിയപ്പെടുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളിലെയും പ്രൊജക്റ്റിൽ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എക്സ്പാൻഷൻ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 വർഷത്തിനുള്ളിൽ IT, ഫുഡ് ഇൻഡസ്ട്രി, ടെക്, ക്രിപ്റ്റോ, ലോട്ടറി, റെസ്റ്റോറൻറ്റ് ചെയിൻ, എഡ്യൂക്കേഷൻ സെക്ടർ, അങ്ങനെ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് പല സെക്ടറിൽ ഡെലിഗേഷൻ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. വിവേക് ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ ഞാൻ സുഖമായിട്ട് ഒരു പണിയെടുക്കാണ്ട് വെറുതെ ഇരിക്കുകയാണ്. അതെന്താന്ന് വെച്ചാ എനിക്ക് വേണ്ടി ഞാൻ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഒരു ഗുരുകുലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗുരുകുലത്തിൽ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അവരെന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്തിന്റെ കാര്യത്തിലായിരിക്കും, പ്രത്യേകിച്ചൊന്നുമില്ല, ഫണ്ടിന്റെ കേസിൽ കുറെ സ്റ്റാർട്ടപ്സ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറെ ഇൻവെസ്റ്റേഴ്സ് ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു കൺസിസ്റ്റന്റ് റവന്യൂ അപ്പുറത്ത് ഉറപ്പിച്ചു വെച്ചു. പിന്നെ എന്റെ ബുദ്ധിക്ക് കാശ് മേടിക്കുന്നു. ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ. ഓക്കെ, ഇപ്പൊ ഇഷ്ടംപോലെ പൈസയുണ്ട്, എന്നാലും മടിയനും കൂടിയാണ്. അത് തന്നെ. ഇന്ന് നമ്മൾ കാണുന്ന ഒട്ടനവധി ബിസിനസിന്റെയും പുറകില് നിങ്ങളുടെ കൈകൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ ഈ മടിയന്മാരുടെ സ്കൂൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മടിയന്മാരുടെ സ്കൂളില് സംരംഭകരനെയും അതുപോലെ തന്നെ വ്യക്തികളെയും മടിയനാക്കാന്നുള്ളതാണ്. മടിയനഴയാൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഈ ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 5 കോടി മുതൽ നമ്മൾ അതിന് മുകളിലുള്ള ഒരു സംരംഭം ചെയ്ത് അതിൽ ഉറങ്ങണമില്ല, അവർക്ക് മനസ്സമാധാനവും ഇല്ല എന്നുള്ളതാണ്. ഇതാണ് അവരുടെ സംഭവം എന്നുള്ളതാണ്. ഇത് മാറ്റണമെങ്കിൽ നമ്മൾ കുറച്ച് മടി പഠിക്കണം. മടി സംരംഭകം പഠിച്ചേ പറ്റൂ. അയാൾ ഡെലിഗേഷൻ പഠിക്കണം. ഡെലിഗേഷൻ പഠിക്കുന്ന ടീം എന്നത് മനസ്സിലാവണം. അപ്പോൾ അവർക്ക് SOP മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ വലിയ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവണം. വലിയ കാര്യങ്ങൾ ചെയ്തവനെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതിന്റെ ഇടയിൽ. സാധാരണ ഇത് ബിസിനസ് വളർത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, തളർത്താനാണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ മടി പിടിക്കണം എന്നല്ല പറഞ്ഞത്. അതെ, മടി പിടിക്കണം. അതെന്ന് വെച്ചാല് നിങ്ങൾക്കൊരു 100 കോടി രൂപ ഉള്ള കമ്പനി ഉണ്ടാക്കുന്നിരിക്കുക. ഓക്കെ, അത്ര പേരുടെ കമ്പനി ഉണ്ടാക്കണം എന്നിരിക്കുക. അപ്പൊ അത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കുറെ ജോലി ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. 500 കോടി രൂപ ചെയ്ത ഒരാള് നിങ്ങളുടെ COO വന്നാൽ മാത്രമേ ഒരു 100 കോടി നിങ്ങൾക്ക് ഈസി ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിലായില്ലേ? നിങ്ങൾ നിങ്ങളുടെ കസേര വിട്ടൊഴിഞ്ഞ് ആ പണി അറിയാവുന്നത് കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതാവാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ അതിനേക്കാൾ വലിയ കാഴ്ച കണ്ട ആളായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 5000-ഓ 6000-ഓ കോടി ടേൺ ഓവർ ഉള്ള ആളോട് സഞ്ചരിച്ചാലാണ് നിങ്ങൾക്ക് 500 കോടി ഉണ്ടാക്കാൻ പറ്റുക. വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ, 2 കൊല്ലം കഴിയുമ്പോൾ അടുത്ത കമ്പനിയിലേക്ക് കയറും, അതിന് അടുത്ത കമ്പനിയിലേക്ക് കയറും. ഇങ്ങനെയാണ് നമുക്ക് സാലറി കൊണ്ട് കിട്ടുന്നത്. അതിനെയാണ് സംരംഭത്തിന് സംഭവിക്കുന്നത്. പക്ഷേ ഇതെങ്ങനെ ചെറിയ കാലയളവിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും അപ്പൊ നമുക്ക് ആ ഷോർട്ട് കട്ടായി. അപ്പൊ ഗ്രോത്തിനെ ഹാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ മടി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തില്. പക്ഷെ ഗ്രോത്തിനെ ഹാക്ക് ചെയ്യാൻ മടി പഠിക്കണമെങ്കിൽ ചെറിയ കാലയളവിൽ ഒരുപാട് അറിവുകൾ നമ്മൾ നേടണം. എന്നാൽ മാത്രമേ ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു 10-20 വർഷം കൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ മടിയന്മാരുടെ സ്കൂൾ വന്നു കഴിഞ്ഞാൽ ഒരു 1-2 വർഷം കൊണ്ട് പഠിക്കും. ഇനി സംരംഭകന്റെ ആക്ടിവിറ്റി, സംരംഭകന് ഒരു ടീമില്ല, കളത്തിലിറങ്ങി കളിക്കാൻ ആരുമില്ല. കടലാസ് കഷ്ണങ്ങൾ കൊടുക്കാനും അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്തു മതി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ സംരംഭത്തിന്റെ വിജയം വേണമെങ്കിൽ നിങ്ങളെ പോലെ ചിന്തിക്കുന്ന വിഷണറികൾ വേണം. നിങ്ങളുടെ കൂടെ കൈയ്യട് നടക്കണമെങ്കിൽ അപ്പൊ ഇവിടെയുള്ള ഓരോ മടിയനും അവന്റെ സംരംഭത്തെ പറ്റി ചർച്ച ചെയ്യുന്നവരാ. അവർ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് എന്താ ഉണ്ടാവുക, അവർ അത് വിജയിപ്പിക്കാൻ ഓണർഷിപ്പോട് പ്രവർത്തിക്കും. കളത്തിൽ ഇറങ്ങി കളിക്കും. അല്ലാണ്ട് ആ കടലാസ് തായോ ഈ കടലാസ് തരാം എന്ന് പറയില്ല, പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യാ, ശരിക്കും പ്രവർത്തിച്ച് കാണിച്ചിട്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മളൊരു കോസ്മെറ്റിക്സിന് ഒരു ഇതും ഈ ഇന്റർനാഷണൽ ഒരു എയർപോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഇന്റർനാഷണൽ എയർപോർട്ടിന് 1000-2000 ഏക്കർ സ്ഥലമുണ്ട്.
മനസ്സിലായി? ആ സ്ഥലത്തിന്റെ എക്സ്പാൻഷനും അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റും അതിലുള്ള കുറെ പ്രൊഡക്റ്റുകൾ വേണമെന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ KPMG, ഡിലോയിറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏജൻസികളെ സമീപിക്കേണ്ടി വരും. ഒരു ഫോർച്യൂൺ 500 മെൻഡർ നമുക്ക് വേണ്ടി വരും. എന്നിട്ട് അത്തരം ആളുകളെ കൂട്ടിച്ചേർത്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വിജയിച്ചവന് മാത്രമേ വിജയിച്ച സാധനം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്കൊരു ബോധം ഉണ്ടാവണം. എല്ലാം കൂടി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ദൈവമാവണം. അല്ല, അത് താങ്കളും അല്ല ഞാനും അല്ല. ഓക്കെ, അപ്പൊ അത് കൂട്ടിച്ചേർത്താൽ മാത്രമേ ഒരു ബിസിനസ് ആയാലും ഒരു വ്യക്തി ആയാലും ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുള്ളൂ. അതിന് ഇവിടെ ഒരു സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ പല സ്വഭാവമുള്ള ആൾക്കാർ, ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ഇടം വേണ്ടേ? തീർച്ചയായിട്ടും. ഈ എല്ലാവരും തലതിരിഞ്ഞവരാണ്. ഓക്കെ, ഇത്തരം ചിന്തകളുള്ള പലരും തലതിരിപ്പ് എന്ന് പറയില്ലേ? നമ്മൾ പറയും വക്ക് പൊട്ടിയ കേസ് എന്ന് പറയും, നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ വക്ക് പൊട്ടിയ കേസ് എന്ന് പറയും. ഈ വക്ക് പൊട്ടിയ ആളുകൾക്ക് ഒരു സ്ഥലം വേണ്ടതൊക്കെ പറയാനായിട്ട്, അങ്ങനത്തെ ഒരു ഇടം വേണ്ടേ? എന്നാൽ അങ്ങനെ പല വക്ക് പൊട്ടിയ ആളുകളാണ് ഇവിടെ പല, എന്താ പറയാ, നമ്മൾ കാണുന്ന തരത്തിലുള്ള പല അത്ഭുതങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവരെ നാട്ടിൽ എന്ത് പറയുന്ന അറിയോ? അവര് ഇതെന്താ ചെക്ക് ഇങ്ങനെ ചെയ്യണേ, ഇവരെന്താ ഇതൊന്നും ഇല്ലേ എന്നൊക്കെ സംസാരിക്കില്ലേ? അതൊരു ഇടം. ആ ഇടാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഞാൻ വീഡിയോ ചെയ്ത ഒത്തിരി ബിസിനസ്സുകാരുണ്ട്, ഒത്തിരി ഇൻഡസ്ട്രി ഉണ്ട്. അവര് നിങ്ങളിലേക്ക് എത്താൻ എങ്ങനെയാണ് അതിനൊരു മാർഗമുള്ളത്? അവർക്ക് ഓപ്പണായിട്ട് നമ്മുടെ അടുത്തേക്ക് വരാം. അവരെ ചിന്ത എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, നമ്മൾ ഈ ആശയമൊക്കെ കേട്ട് ഇങ്ങനെ ഒരു ഭ്രാന്തമായിട്ട് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും അതേപോലെ തന്നെ ഒരു വൺ സ്കെയിലപ്പ് ആയിരിക്കണം. ഇപ്പോൾ ലൈക്ക് നമുക്ക് ഒരു 3 ഷോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അത് 10-200 ഉണ്ടാക്കണം, പാൻ ഇന്ത്യ ആക്കണം, പാൻ കേരള ആക്കണം എന്നൊക്കെ പറയില്ലേ? അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളും ടീമുകളും മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് ഇവിടെ തന്നെ സൗകര്യം ഉണ്ട്. നമ്മുടെ യൂട്യൂബും നമ്മുടെ ഗൂഗിളും നോക്കിയാൽ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഒരു ഹൈ സ്കെയിലപ്പിലേക്ക് നമ്മളൊരു സിഇഒനെ വെക്കണു, അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യണു. അവിടെയൊക്കെയാണ് ഞങ്ങളെപ്പോലെ ഒരു പ്ലെയർ വന്നിട്ട്, ഒരു വിഷണറി വന്നിട്ട്, അല്ലെങ്കിൽ ഒരു ഓണർഷിപ്പ് മൈൻഡ് സെറ്റുള്ള ടീം വന്നിട്ട് കാര്യമുള്ളൂ. അപ്പൊ അല്ലാത്തവർക്ക് അത് എന്താവില്ല, പ്രയോജനപ്പെടില്ല. അപ്പൊ ആ ആളുകളാണ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ളവർ ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നിങ്ങളത് പറഞ്ഞു. അതെ, അത്രേ ഉള്ളത്. ഓക്കെ, ഞാനിവിടെ വരുന്നതിന് മുന്നേ 10 കോടിക്ക് താഴെയുള്ള പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, 100 കോടി മുതൽ 6000 കോടി വരെയുള്ള കമ്പനികൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ട്. അത് ഓൾ ഇന്ത്യ ലെവലിൽ ബിസിനസ് ഉള്ളതായിരുന്നു. അതിപ്പോൾ GCC മൊത്തം കവർ ചെയ്തു, ഇപ്പോൾ യൂറോപ്പിലേക്ക് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാർട്ടപ്പ് ഉണ്ട്. ആ സ്റ്റാർട്ടപ്പ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് 5 ബ്രാഞ്ചിലാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതിപ്പോൾ അടുത്തൊരു വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യാണ്, 100 ബ്രാഞ്ചിലേക്ക് സ്കെയിൽ ചെയ്യാന്നുള്ള ഇതാണ് ചെയ്തിട്ടുണ്ട്. സ്കെയിലിംഗ് ആണ് ഞാൻ കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുള്ളത്. ഞാൻ പഠിച്ചത് ബിടെക്കാണ്. ഞാൻ പൂനെയിൽ ഒരു ജപ്പാൻ കമ്പനിയിൽ ഇലക്ട്രിക്കലിൻ്റെ പ്രൊജക്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ശേഷം അവിടെ നിന്നൊരു ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രൊജക്റ്റ് കിട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിതിൻ ഗഡ്കരി, നവാസ് മിറാൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയി കണ്ടിരുന്നു. അപ്പോൾ ആ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണ് പിന്നെ നാട്ടിൽ ഒരു ഡീഹൈഡ്രേറ്ററിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്, ഈ കാടമൊക്കെ ഉണക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ അതൊരെണ്ണം ഉണ്ടാക്കി നോക്കി, സക്സസ് ആയി. അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നാണ്. ഇപ്പം ഞാൻ കമ്പനി നടത്തുന്നു, അതേപോലെ തന്നെ ഇവിടുന്ന് കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് മാനുഫാക്ചറിങ് ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിൽ എംപ്ലോയിയും എൻ്റർപ്രനറുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അതിനിടയ്ക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 2 കോടി രൂപയുടെ കടം കയറി. ആ കടം സോൾവ് ചെയ്യാൻ പല ഷോർട്ട് കട്ടും ഞാൻ ഉപയോഗിച്ചു. പക്ഷേ അതൊന്നും വീണ്ടും ഡെപ്തിലേക്ക് തന്നെ പോയി. അങ്ങനെയാണ് മടിയന്മാരെ സ്കൂളിനെ കുറിച്ച് ഞാൻ പഠിച്ചത്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 150ഓളം ഫ്രാഞ്ചൈസികളും 50ഓളം ഡിസ്ട്രിബ്യൂഷൻ ചാനലും ടെക്സ്റ്റൈൽ ഫീൽഡിൽ ബില്ലിംഗ്, സോഫ്റ്റ്വെയർ, സെയിൽ, ഡെലിവറി അടക്കമുള്ള പല കാര്യങ്ങളും ഓട്ടോമേഷൻ ചെയ്ത് കൊടുക്കാനും വേറെ പല വലിയ സംരംഭങ്ങളിലും ഭാഗമാകാൻ സാധിച്ചു. ഞാൻ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് ചെയ്തത്. മടിയന്മാരുടെ കൂടി ഞാൻ FMCG, കോസ്മെറ്റിക്സ്, അഡ്വഞ്ചർ ടൂറിസം എന്നിവയിലെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. വളരെ സിമ്പിൾ ആണ് ഈ മടിയന്മാരുടെ സ്കൂളിന്റെ വിശേഷങ്ങൾ. നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എന്നാലും പലർക്കും ഇപ്പൊ സംശയങ്ങൾ ഉണ്ടാവും, ഇത് എന്താണെന്നുള്ളത്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. അതായത് നിങ്ങൾ തന്നെ ജീവിതകാലം മുഴുവനും പണിയെടുത്ത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കാതെ, അല്ലെ, സമയമില്ലാതെ എല്ലാം കൊണ്ടും ടെൻഷൻ അടിച്ച് ജീവിക്കാതെ, നിങ്ങൾ നമ്മളെക്കാളും കഴിവുള്ള ആളുകളെ കൊണ്ടുവന്നതിന് ശേഷം അവരും കൂടി നമ്മളെ കൂടെ നിന്നുകൊണ്ട് ജോലി ചെയ്തിട്ട് ഒരു സിസ്റ്റത്തിലേക്ക് എത്തിക്കുക. അത് വളരെ സിമ്പിൾ ആയിട്ട് അത്രയേ ഉള്ളൂ. ആ ഒരു കാര്യം ഈ മടിയന്മാരുടെ സ്കൂളിൽ ചെയ്തിട്ട് നമ്മളിലേക്ക് ഷെയർ ചെയ്യുന്ന, അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിലായിട്ട് വിളിക്കുക, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.